കൊടൂര വില്ലനായി മോഹൻലാൽ തുടങ്ങിയത് തന്നെ വില്ലനായിട്ടാണ്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നരേന്ദ്രൻ എന്ന് പറയുന്ന ക്യാരക്ടർ ആരും മറക്കാൻ ചാൻസ് ഇല്ല. ഫാസിലിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ വില്ലനായിട്ട് തുടങ്ങി. പീക്ക് വില്ലനായിട്ട് മോഹൻലാൽ തകർത്താടിയിട്ടാണ് പിന്നെ സൂപ്പർ താര പദവിയിലേക്ക് മോഹൻലാൽ രാജാവിന്റെ മകനിലൂടെ വരുന്നത്. ഇപ്പൊ ഈയിടെയായിട്ട് കേൾക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം ഇപ്പം പ്രണയം, തന്മാത്ര, ഭ്രമരം ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ ശേഷം മോഹൻലാൽ അഭിനയ പ്രാധാന്യമുള്ള ചിത്രങ്ങളിലേക്ക് മോഹൻലാലിനെ കിട്ടുന്നില്ല. എല്ലാം മാസ് പടങ്ങൾ, ഫാൻസിന് വേണ്ടി മാത്രമുള്ള പടങ്ങൾ. ഇപ്പം നമുക്ക് പ്രതീക്ഷയുള്ള ഒന്ന് രണ്ട് ചിത്രങ്ങൾ മോഹൻലാലിന്റെ പറഞ്ഞു കേട്ടപ്പോഴേ തോന്നിയത്, ഒന്ന് ദിലീഷ് പോത്തിന്റെ ചിത്രമായിരുന്നു, രണ്ട് ബ്ലസ്സിയുടെ ചിത്രമാണ്. ബ്ലസ്സിയുടെ ചിത്രം എപ്പം വന്നാലും മോഹൻലാലിനെ അഭിനയിച്ച് തകർക്കാനുള്ള സാധനമുണ്ട്. കാരണം തന്മാത്രയായാലും പ്രണയമായാലും ഭ്രമരമായാലും ഒക്കെ നമുക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ട സിനിമകളാണ്. മോഹൻലാലിന്റെ എക്കാലത്ത് മികച്ച അഭിനയ പ്രതിഭ തെളിയിക്കുന്ന സിനിമകളാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റൂമേഴ്സ് അനുസരിച്ച് ബ്ലസ്സി പടത്തിൽ മോഹൻലാൽ ഒരു കൊടൂര വില്ലനായിട്ടാണ്, നല്ല സൈക്കോ കില്ലറായിട്ടാണ് മോഹൻലാൽ വരുന്നതാണ് സ്ട്രോങ് റൂമേഴ്സാണ്. ഇത് ശരിയാണെങ്കിൽ മോഹൻലാൽ തകർത്താടും. കാരണം വില്ലനിസത്തിൽ തുടങ്ങിയ ഒരാൾ ഏത് കഥാപാത്രം ചെയ്യും. പിന്നെ ഇപ്പോഴത്തെ മോഹൻലാലിന്റെ ഫേസും മാനസും ഒക്കെ വെച്ച് ചെയ്യുമോ എന്നുള്ളതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മോഹൻലാലിന് ഒരു കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാൽ മോഹൻലാൽ അത് സ്പോണ്ടേനിയസ് ആക്ടറാണ്, അറ്റ് ദി മൊമെന്റ് മോഹൻലാൽ ചെയ്യുമെന്നുള്ള സംശയം വേണ്ട. അങ്ങനെ വന്നാൽ ഒരു വേറെ വേർഷനിലുള്ള ഒരു ഇതുവരെയും മലയാള സിനിമ കാണാത്ത ഒരു ഗംഭീര കൊടൂര വില്ലനെ നമുക്ക് ബ്ലസ്സി പടത്തിലൂടെ അടുത്ത് തന്നെ കാണാം.